നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി, അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്നത് താലിബാനാണെന്ന് അറിയാമല്ലോ, അതിൻ്റെ വിദേശകാര്യമന്ത്രി ശ്രീ അമീർ ഖാൻ മുത്തഖി ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർജിയായിട്ടും നമ്മളുടെ അജിത് ഡോവൽജി അദ്ദേഹമാണല്ലോ നമ്മുടെ പ്രതിരോധം ഒക്കെ നോക്കുന്നത്, അദ്ദേഹവുമായിട്ട് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ അതിർത്തികൾ അധികം പങ്കിടുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് അവിടെ ധാരാളം ഉദ്ദേശങ്ങൾ, നമുക്ക് പ്രയോജനപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിലുണ്ട്. മിനറൽസ്, റയർ എർത്ത് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. ഇപ്പോൾ അമേരിക്ക അടച്ചുപോയ അവരുടെ ഒരു താവളം അവിടെ തുറക്കണമെന്നും പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ്റെ മേത്ത് വലിയ നിലയിൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, അമേരിക്കയ്ക്ക് 1000-ഓളം താവളങ്ങൾ അവരുടെ രാജ്യത്തിന് പുറത്തുണ്ട്. ആകെ 4000 എണ്ണം, 3000 എണ്ണം അമേരിക്കയിലും 1000 പുറത്തുള്ള രാജ്യങ്ങളിലും. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചൈനയുടെ നേരെയാണ് മിസൈലുകൾ ചൂണ്ടി നിൽക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങളുടെ താവളം ഇവിടെ തുറക്കണ്ട എന്ന് അമേരിക്കയോട് ധൈര്യപൂർവ്വം പറയണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആരായിരിക്കും? നമ്മളുടെ ബഹുമാനപ്പെട്ട ഇന്ത്യ ഭരിക്കുന്ന മോഡിജിയുടെ ഒരു പ്രഭാവം അതിൻ്റെ പുറകിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പം ഈ നയതന്ത്രം, ഇന്ത്യയുടെ നയതന്ത്രം ലോകത്താർക്കും മനസ്സിലാകുന്നില്ല. ഈ നരേന്ദ്രമോദിയുടെ നയതന്ത്രം എന്ന് പറഞ്ഞാൽ അത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാൻ അമാനുഷ്യനായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ഇപ്പോൾ ഈ നയതന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ അഫ്ഗാനിസ്ഥാനിലെ 20 കൊല്ലത്തെ അമേരിക്കയുടെ ഭരണം, അല്ലെങ്കിൽ അമേരിക്ക അവിടെ നിന്ന് ഭരിപ്പിച്ചിട്ട് പോയിട്ട് അവർ കളഞ്ഞിട്ട് പോകുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വീണ്ടും ഭരണം പിടിക്കുകയാണ്. ആ സമയത്ത് നമ്മളെടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരെ നമ്മൾ അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നമ്മൾ ഇങ്ങോട്ടുള്ള വിസ ക്യാൻസൽ ചെയ്തു, എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരോട് നമ്മളിപ്പം നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ഇവിടെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത്. കാരണം ലോകം മൊത്തവും ഭീകര രാജ്യമായിട്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഈ പറയുന്ന താലിബാനെ നമ്മളിപ്പോൾ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇന്ത്യ വിളിച്ചു വരുത്തുമ്പോൾ വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ലോകത്തിനകത്ത് ഇന്ത്യ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ലോകക്രമത്തിനകത്ത് തന്നെ വ്യത്യാസം വരും. അപ്പം ഇനിയിപ്പം നാളെ അവിടെ ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ഭീകരവാദി അല്ലാതൊക്കെ ആവും. അവർ ഭീകരവാദി തന്നെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞാൻ അവർ ഇന്ത്യയെ പോലെ ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുള്ള സ്ഥലത്തേക്ക് വരികയാണ്. അവരുടെ വിദേശകാര്യമന്ത്രിയാണ് നമ്മളായിട്ട് സംസാരിക്കുക. അപ്പൊ അതിനർത്ഥം അവർ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇപ്പം നമ്മൾ ഈ വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരുമായിട്ട് നേരത്തെ ബാക്ക് ഡോർ ടോക്സ് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതിന് മുമ്പ് തന്നെ റഷ്യ പറഞ്ഞു ഞങ്ങൾ താലിബാനെ അംഗീകരിക്കുന്നു. റഷ്യ വഴിയാണ് ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വരവിൻ്റെ പുറകിൽ നമ്മൾ ഈ പറയുന്നത് പോലെ റഷ്യ വഴി ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളവരുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടെങ്കിൽ തന്നെ ആ റഷ്യയിൽ കൂടി വരുമ്പോൾ ആ വരവിൻ്റെ പുറകിൽ അറിയാമല്ലോ, റഷ്യയിൽ കൂടി വരുമ്പോൾ ഇന്ത്യയുടെ അടുത്ത് റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിനകത്ത്, അല്ലെ താരിഫിൻ്റെ വിഷയമായാലും പാകിസ്ഥാൻ അമേരിക്ക തമ്മിലുള്ള നയതന്ത്ര ബന്ധമായാലും അല്ലെങ്കിൽ RIC ബന്ധമായാലും ബ്രിക്സ് ബന്ധമായാലും ഇതിനകത്തൊക്കെ മെയിൻ കസ്റ്റോഡിയനായിട്ട് അല്ലെങ്കിൽ മെയിൻ പാർട്ടായിട്ട് വരുന്ന രണ്ട് പേരാണ്. ഒന്ന് റഷ്യ, ഒന്ന് ഇന്ത്യ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് റഷ്യ വഴി ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നു. നമ്മളിവിടെ ഡൽഹിയിൽ അവർക്ക് ഈ പറയുന്ന പോലെ കാര്യാലയം കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കാര്യാലയം ഇപ്പോൾ ഉണ്ട്, അന്ന് നമ്മൾ അടച്ചുപൂട്ടിയതാണ്. അവിടെ ഇപ്പം നേരത്തെ ഇരുന്ന ഒരാൾ അല്ലെങ്കിൽ ആ മന്ത്രിസഭയുടെ ഒരാളെ തന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നലെ അയാൾക്ക് അവിടെ പത്രസമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഇനി അവർക്ക് ആ കാര്യാലയത്തിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുന്നതിന് വേണ്ടി ജയശങ്കർ തീരുമാനിക്കുന്നു. അപ്പം ചോദിച്ചു, എന്തിന് താലിബാൻ ഇവിടെ വരുന്നു? എന്തിന് താലിബാൻ ഇവിടെ? അഫ്ഗാനിസ്ഥാൻ, അതെ, താലിബാൻ അല്ലെങ്കിൽ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് നയതന്ത്രം. നമ്മൾ അന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോൾ ലോകരാജ്യങ്ങൾ മൊത്തം ഞെട്ടി, അവരുടെ പൗരന്മാരവിടെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ ഞെട്ടിയിൽ, ഇന്ത്യയുടെ 6000 പേരെ അവിടുന്ന് കയറ്റി ഇങ്ങോട്ട് വിട്ടു. എന്നിട്ട് ഇന്ത്യ അന്ന് വിചാരിച്ചു ഇതെങ്ങനെ സാധിക്കുന്നു. അപ്പം അതിനുശേഷം അവിടുത്തെ നമ്മുടെ ഈ ഗുരുദ്വാരകൾ തകർക്കുന്നു പറഞ്ഞിട്ട് വാർത്ത വന്നു. അവസാനം താലിബാൻ പറഞ്ഞു ഞങ്ങളല്ല തകർക്കുന്നത്, ഞങ്ങളുടെ കെറോഫിൽ വേറെ ആൾക്കാരാണ് തകർന്നിട്ട് അവിടെ കാവൽ നിന്നു. അപ്പം ഈ ബന്ധം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെ പുറകോട്ട് ഇന്ത്യക്കുള്ളതാണ്, മനസ്സിലാവുന്നുണ്ട്? ആ ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നു. നമ്മളെ അവിടെ വലിയ പരിഗണനയിലാണ്. ഇപ്പം തന്നെ അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ചോദിച്ചു നോക്കിയാൽ അറിയാവുന്നൊരു വല്ലതും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതൊരു ഭീകരന്മാരാ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു അടുപ്പമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും തള്ളിയപ്പോൾ, എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ, താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ, പട്ടിണി കിടന്നപ്പോൾ ഗോതമ്പ് കൊടുത്തു,
അരി കൊടുത്തു, മരുന്ന് കൊടുത്തു, നമുക്ക് ബന്ധം കൊടുത്തു, എല്ലാം കൊടുത്തു. 15 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് നമുക്ക് ബന്ധമൊന്നും വേറെ ബന്ധമൊന്നും ഇല്ല. അത് വേറെ ബന്ധമൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് കൊടുത്തു. അന്നേരം ഈ താലിബാൻ ഇത് വന്നപ്പോഴാണ് പാകിസ്ഥാൻ പറഞ്ഞത് നമുക്ക് കണ്ടോട്ട് ഇനി ഒന്നും ചിന്തി അടിക്കാം. അവസാനം ഇപ്പം നയതന്ത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു പ്രദേശം മൊത്തം ആ ബോർഡറിൽ അസ്വസ്ഥതയാണ്. ഇവിടുത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് ആ ഇന്ത്യ പറയുന്നതിന് മുമ്പേ ഇവനെ പാകിസ്ഥാൻ്റെ പറഞ്ഞു ഇനി ഞങ്ങൾ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല അന്ന് എല്ലാ രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് രഹസ്യം ബാക്ക്ഡോർ ടോക്ക് ആദ്യം നടത്തിയത്, സിന്ദൂർ ആക്രമണത്തിന് മുമ്പ് ആദ്യം നടത്തിയത് നമ്മുടെ ഇന്ത്യയാണ്. അതായത് പാകിസ്ഥാന് പണി കൊടുക്കാൻ താലിബാനെ ഉപയോഗിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. എന്നേ തീരുമാനിച്ചതാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നും പ്രശ്നമാണല്ലോ, ബോർഡറിൽ പ്രശ്നമാണ്. പാകിസ്ഥാനകത്ത് ഖൈബർ പത്തുങ്ക മേഖലയിൽ തെഹരീക്കെ താലിബാൻ അവിടെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം കാബൂളിൽ കയറി അടിച്ചു നോക്കിയില്ലേ? നമ്മുടെ ഇവിടെ വന്നെന്നാൽ കാബൂളിൽ കയറി അടിച്ചു. ഞങ്ങൾ അവിടെ പോയാൽ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കളയുന്നു. ഇതിൻ്റെ തിരിച്ചടി ഒക്കെ ഇപ്പോൾ ഉടനെ ഉണ്ടാവും. അതായത് ഇവിടെ ഇനിയും സ്ഥാനപതിയെ കൊടുത്ത് അല്ലെങ്കിൽ ഓഫീസ് തുറന്ന് അവർക്ക് കൃത്യമായ ഒരു സ്പേസ്, UN നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? താലിബാന്റെ മണ്ണ് പാകിസ്ഥാൻ ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് ആരും പറയാനില്ലാത്തപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പം അതേ രീതിയിൽ കൃത്യമായ സ്പേസ് അവർ കൊടുക്കാൻ പോകുന്നു. അതായത് അപ്പോൾ പലരും ചോദിച്ചത്, ചേച്ചി ചോദിച്ചതുപോലെ പലരും ചോദിച്ചിട്ട് താലിബാൻ ഒരു താലിബാൻ ഭീകര സംഘടനയായിരിക്കും. നമ്മുടെ അടുത്ത് ഭീകരത ഇല്ല, മനസ്സിലായല്ലോ? ഞാൻ പക്ഷെ പാകിസ്ഥാനെ പോലെ ടെറർ രാജ്യമല്ല കേട്ടോ. പാകിസ്ഥാനാണ് ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ ടെററിസ്റ്റ് രാജ്യം എന്ന് പറയേണ്ടി വരും. കാരണം വിഭജിച്ചു പോകുമ്പോൾ എന്തുമാത്രം ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു, എന്തുമാത്രം വേറെ മതസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2% പോലും ഇല്ലല്ലോ. ഇപ്പൊ കൊന്നൊടുക്കിയും അവരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ചെയ്യുന്ന പാകിസ്ഥാന്റെ അത്രയും ടെററിസം ഒരു രാജ്യത്തിലും ഇല്ല, അഫ്ഗാനിസ്ഥാനിലും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് അദ്ദേഹം ഇവിടെ വന്ന് ജയശങ്കറായിട്ട് ചർച്ച നടത്തുന്നു, അജിത് ഡോവലോട് ചർച്ച നടത്തുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇവിടുത്തെ പലരും പല മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ ചില ആൾക്കാരൊക്കെ ചോദിച്ചു താലിബാനുമായിട്ട് എന്തോ ഇവിടെ വന്നിട്ട് പല മതമേലധ്യക്ഷന്മാരുടെ അവർ സംസാരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ താജ്മഹൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അത് അവരെ ആവശ്യപ്പെടുന്നത് നമ്മൾ കൊടുക്കുന്നു. ഈ പറയുന്ന പോലെ ലോകത്തെ ടെററിസം ലോകം മൊത്തവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനായിട്ട് അമേരിക്കയെ കൂട്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ നയതന്ത്രം ഉണ്ടാക്കാം. അവൻ്റെ ആ നയതന്ത്രത്തിൻ്റെ കാര്യം എന്തോ? അവന് ചൈനയെ നോക്കണം, അല്ലെങ്കിൽ അവിടെ സ്പേസ് കിട്ടിയാൽ നമ്മളെ അടിക്കണം, ഇറാനെ അടിക്കണം. നമുക്കും അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നു അവനുമായിട്ടൊക്കെ നമ്മുടെ ബന്ധം കാണും. ഇല്ലാത്തവനെ നമ്മൾ മാറ്റി നിർത്തും. പണ്ടത്തെ ചേരി ചേരാനായൊന്നും ഇപ്പൊ ഇല്ല. നമ്മൾക്കുമായിട്ട് സന്തോഷമുണ്ടോ? സന്തോഷമാണ്. കച്ചടയാണോ? കച്ചടയാ. അപ്പം അതെ, എന്താ പറയുന്നത്, നമുക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനൊരു പൊസിഷനിലേക്ക് നമ്മളെത്തി. നമ്മളെ ബാക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, കൂടെ നിൽക്കാനും ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ മറ്റു പറയുന്ന രാജ്യങ്ങളൊന്നും എന്ത് വിചാരിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. അവരുടെയൊക്കെ ഗുഡ് ബുക്സിൽ നമുക്ക് കയറണ്ട. ഗുഡ് ബുക്സിൽ കയറണ്ടെന്ന് അവർ കയറ്റിക്കോളും. നമ്മുടെ കയ്യിൽ ഈ പണ്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞത് നമ്മുടെ ഈ വല്ലതും ഉണ്ട് എല്ലാവരും കൂടെ കാണും എന്ന് പറഞ്ഞൊരു കഴിഞ്ഞ ദിവസം 30 കൊല്ലം കൊണ്ട് നമ്മളുമായിട്ട് കരാറുണ്ടാക്കാതിരുന്ന ബ്രിട്ടൻ, ലോകത്തെ മൊത്തം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം. അമേരിക്ക കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ, ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നുള്ള രീതിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് 8 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് സമസ്ത മേഖലയിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ 2035 എന്ന് പറയുന്നത് വിഷൻ 2035 ആണ്. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ വ്യോമസേന, അതായത് 2ാം ലോകമഹായുദ്ധ സമയത്ത് വിമാനം പറത്തി ലോകസത്തെ ആകർഷിച്ച യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് നിന്നിട്ടുള്ള വ്യോമസേനയും നാവികസേനയും കരസേനയും ഉള്ള ബ്രിട്ടൻ ഇന്നലെ നമ്മുടെ അടുത്തൊന്ന് പറയാം, ഞങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യോമസേന വന്ന് ഞങ്ങളുടെ വ്യോമസേനയ്ക്ക് പരിശീലനം പഠിപ്പിച്ചു. അപ്പം എവിടെ നിൽക്കുന്നു പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ചൈനയ്ക്ക് പരിശീലനം കൊടുക്കുന്ന ആരെന്നറിയോ? അവിടുത്തെ ഈ ബ്രിട്ടന്റെ റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥന്മാരാ ചൈനയ്ക്ക് പരിശീലനം കൊടുക്കുന്നത്. ആ സ്ഥാനത്താണ് നമ്മളുടെ. അപ്പം ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മുടെ ഗുഡ് ബുക്സ് അതായത് ഇന്ത്യ ഒരുക്കി കഴിഞ്ഞു നരേന്ദ്രമോദി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾ എല്ലാ രീതിയിലും ഇന്ത്യയൊക്കെ സ്ഥിരമായിട്ടുള്ള എക്കണോമിയും സ്ഥിരമായിട്ടുള്ള എക്കണോമിക്കൽ ഗ്രോത്തുമുണ്ട്. അത് ലോകത്ത് ഇവരൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. കാരണം ഇവരൊക്കെ ഓരോത്തിനെ പറ്റിയും ലോകത്തിന്റെ ഗതി ഇനി ആരുടെ നിയന്ത്രണത്തിലായിരിക്കും, എങ്ങോട്ടാണ് പോക്ക് എന്നതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ ഇന്ത്യയുടെ വിപണി അല്ലെങ്കിൽ ആഭ്യന്തര വിപണി ലോകത്താരെ ആശ്രയിക്കാതെ ആരെ ആശ്രയിക്കാൻ നിൽക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഇനി ഞങ്ങളുടെ വീട്ടിൽ ആരും പഠിക്കാൻ വരണ്ട, 9 സർവകലാശാല ഇപ്പൊ തന്നെ ആക്കി, ബാക്കി മൊത്തം ഇവിടെ തന്നേക്കാം. അതായത് ഈ പണ്ട് നമ്മളിപ്പോ ഓരോരുത്തർ പറയുന്നത് പഠിക്കാൻ പോകുന്നില്ല ബിസായിട്ട്, എല്ലാം ഇങ്ങോട്ട് വരും. എന്താ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ അതിനുള്ള സംവിധാനം ഒരുക്കി, ഇവിടെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറായി, എല്ലാ രീതിയിലും ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ഇവിടെ വന്ന്
ബിസിനസ് ചെയ്യുന്നതിനും Invest അല്ലെങ്കിൽ ചെയ്യാനും. ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല, ആരും കയറി ഇന്ത്യ ചൊറിയത്തില്ല, എല്ലാ രീതിയിലും കരുത്താർജിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ഒരാൾ. അപ്പം അതിൻ്റെ കൂടെ താലിബാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ലോകം മൊത്തവും ഭീകരൻ എന്ന് വിളിക്കുമ്പോൾ നമ്മൾക്ക് അവരിപ്പോൾ ഭീകരരല്ല, മനസ്സിലാവുന്നുണ്ട്. അവർ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ലോകത്ത് എല്ലാ രാജ്യവും നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുന്ന പാകിസ്ഥാനെ ഇന്നലെ ഡൽഹി വെച്ച് അദ്ദേഹം പറഞ്ഞാൽ ഇന്ത്യ കയറി ചോദിച്ചാൽ ഞങ്ങൾ അടിക്കും. ഇങ്ങനെ അടിക്കാമെന്ന് പറയുന്നവർ തന്നെ നമ്മുടെ കൂടെ നടത്തുന്നുള്ളത് കുഴപ്പം ഇല്ല, ഒരു കുഴപ്പമില്ലാന്ന് മാത്രമല്ല അവർക്ക് നമ്മളോട് ഒപ്പം നിൽക്കുന്നതാണ് താല്പര്യം. പാകിസ്ഥാനെ അവർ പരിപൂർണമായി നിരാകരിച്ചു കഴിഞ്ഞു. അമേരിക്കയോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ അമേരിക്കയുടെ താവളമായിരുന്നു. അമേരിക്കയാണ് അവർ ഫണ്ട് ചെയ്തിരുന്നത്. പാകിസ്ഥാനോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനെ ഫണ്ട് ചെയ്തിരുന്ന അമേരിക്കയാണ്. വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അതിനർത്ഥം വ്യക്തമായ തീരുമാനങ്ങൾ അഫ്ഗാനിസ്ഥാൻ എടുത്തു. അത് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നാണ്. അമേരിക്കയോടൊപ്പം അല്ല, പാകിസ്ഥാനോടൊപ്പം അല്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ അതെ, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ അടുത്ത് ഇന്നലെ നേരിട്ട് പറഞ്ഞെങ്കിലും അമേരിക്കയോടും കൂടി പറഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അമേരിക്കയോട് ആദ്യമേ പറഞ്ഞല്ലോ ഞങ്ങൾ ആ താവളം കേട്ട് ഞങ്ങൾ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറയാൻ പറ്റുന്ന ഒരു രാജ്യം നമ്മൾ പലതും പരിശോധിക്കുമ്പോൾ ഇല്ല, മിണ്ടായിരിക്കത്തില്ല. താലിബാൻ പറഞ്ഞ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. താലിബാനെ പേടിയൊന്നുമില്ല. കാരണം ഇവനെ 20 കൊല്ലം അവരെ അവിടെ അടിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ചിട്ട് അവന്മാരെ ഓടിച്ചിട്ട് അവിടെ ഭരണം പിടിച്ചവന്മാർ. അപ്പോൾ അവരത്രയൊക്കെ ഉള്ളൂ. അവർക്ക് അതിനുള്ള ഇതുകൊണ്ട് ചെന്നാൽ ഒരു നടക്ക് വെളിയിൽ പോകത്തില്ല. നമ്മുടെ ഈ ബലൂചിസ്ഥാനികളുടെ ഒക്കെ കൂട്ടാ എന്നാൽ അവന്മാർ ജാവേറായിട്ട് പുറത്തു വീഴും. നമുക്ക് അവനെ ഉള്ളു നഷ്ടപ്പെടാൻ. മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ്. നമ്മളപ്പോൾ ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത്രയാണ്. ഇന്ത്യ 1ാം നമ്പർ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉറപ്പല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.